ഒന്നും സമ്പാദിക്കാതെ ഫക്കീറായി മരിച്ച ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഒക്കസ് സാഹിബ്. നിങ്ങൾ ഇന്ന് പലർക്കും അതറിയില്ലെങ്കിലും ബഹുമാനപ്പെട്ട അസീസ് സാഹിബിനൊക്കെ മൂപ്പരെ സംബന്ധിച്ച് അറിയാം. ഞങ്ങളുടെ നാട്ടുകാരനാണ് ഒക്കസ് സാഹിബ്, തലപ്പുറക്കാരനാണ്. ബഹുമാനപ്പെട്ടവർ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ടായി, ഒരു മുസ്ലിം ലീഗുകാരനും മുസ്ലിം ലീഗിൽ അംഗത്വം എടുക്കുന്നത് അവന്റെ വ്യക്തിക്ക് വേണ്ടി, അവനിക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരാളും മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുക്കരുത്. നിന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമേ ഒരു മുസ്ലിം ലീഗുകാരൻ മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പാടുള്ളൂ. ഇത് വളരെ സത്യസന്ധമായ ആ വാക്ക് മൂപ്പര് അതുപോലെ തന്നെ ജീവിച്ച് മരിച്ച ഒരു വ്യക്തിയുമാണ്. മൂപ്പര് പറഞ്ഞ ആ വാക്ക് ഇന്നും നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് മുസ്ലിം ലീഗ് കൊണ്ട് എന്ത് നേട്ടം എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മളെ കൊണ്ട് മുസ്ലിം ലീഗിനെ കൊണ്ട് എന്ത് നേട്ടം, മറ്റുള്ളവർക്ക് എന്ത് നേട്ടം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ ഈ റഹീമയെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവർത്തകന്മാരും അത്തരം ചിന്താഗതിയുള്ള ആളുകളാണ് എന്ന് എനിക്ക് വളരെയധികം പൂർണ്ണമായ വിശ്വാസമുണ്ട്. നമുക്ക് മുസ്ലിം ലീഗ് കൊണ്ട് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഒന്നും നേട്ടങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിലും നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ലീഗ് എന്നുള്ള പ്രസ്ഥാനം കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതാണിപ്പോൾ നമ്മൾ ബൈത്തുർ റഹ്മ പോലെയുള്ള സംഭവങ്ങൾ നമ്മൾ റഹീമ കമ്മിറ്റിയിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ വൈകിയ വേളയിലെങ്കിലും വളരെ എനിക്ക് ഉപദേശിക്കാനുള്ള അർഹത ഇല്ലെങ്കിലും ചിലപ്പോൾ അത് അള്ളാഹു നിങ്ങളുടെ ബർക്കത്ത് കൊണ്ട് സ്വീകരിച്ചെങ്കിൽ നല്ല കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മൾ ജീവിച്ചു വന്ന പ്രാന്താവ്, നമ്മൾ ജീവിച്ചു വന്ന വഴിപാട്, നമ്മളാരും വളരെയധികം ഉയർന്ന രീതിയിലല്ല. നമ്മൾ ഇന്ന് അൽഹംദുലില്ലാ ഒരു നല്ല നിലയിലാണ് ഇന്ന് ജീവിച്ച് പട്ടിണിയില്ലാത്ത ഒരു പട്ടിണിയിൽ നിന്ന് നമ്മൾ പട്ടിണിയില്ലാത്ത ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു പോകുന്നത്. അൽഹംദുലില്ലാ അള്ളാഹുവിനോട് നമ്മൾ ശുക്ർ ചെയ്യുക. ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സഹാബാക്കൾ അവരോട് ജീവിച്ച ആ ജീവിത ചരിത്രങ്ങളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. അവരെങ്ങനെ ജീവിച്ചു, എങ്ങനെയാണ് അവർ ഓരോ ദിവസവും തള്ളി നീക്കിയത് എന്ന ചരിത്രപരമായ സംഭവങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഓതി വെച്ച ഒരു ഖുർആൻ വാക്യമാണ്, യുത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ എന്നുള്ള ആയത്ത്. ഈ ആയത്തിന്റെ അടിസ്ഥാനം ബഹുമാനപ്പെട്ട ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു